എല്ലാവർക്കും നമസ്കാരം. ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കനാലാണ്, കുടിവെള്ള സ്രോതസ്സാണ് ഈ കാണുന്നത്, പെരിയാർ വാലിയുടെ ഈ കനാല്. ഇത് തുടങ്ങുന്നത് പൂവത്താംകെട്ടിൽ നിന്നാണ്. പൂവത്താംകെട്ടിലെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ജനങ്ങളുടെ സ്രോതസ്സാണ്. ഇത് ജലസ്രോതസ്സാണ്. എറണാകുളം ജില്ലയിലെ ജനങ്ങളുടെ ജലസ്രോതസ്സാണിത്. ഇവിടെ ഈ കാണുന്ന റിപ്പയറിങ്ങും മെയിൻ്റനൻസുമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ കാണിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ കോൺട്രാക്റ്റ് ആരാണ് കൊടുത്തത്? അശാസ്ത്രീയമായ ഈ രീതിയിൽ പണിയുന്ന വർക്ക് ഉടൻ നിർത്തി ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ വളരെ ഭയാനകമാണ് ഈ റോഡിൻ്റെ അവസ്ഥയും. ഈ റോഡിലേക്കാണ് ഈ വേസ്റ്റെല്ലാം വാരിയിടുന്നത്. അത് വാരിക്കൊണ്ടുപോകാനുള്ള ഒരു സോഴ്സോ ഒന്നും ഇവർ ചെയ്യുന്നില്ല. ഇവരെല്ലാം ഇത് റോഡിലേക്ക് വാരിയിട്ടിട്ട്, അതായത് കനാൽ ഇടിച്ച് നിരത്തിയാണ് ഈ പോകുന്നത്, JCB വർക്ക് ചെയ്തു പോകുന്നത്. ഇതിനെതിരെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. കാരണം ഈ കേരളത്തിൽ ഇതുപോലെ അശാസ്ത്രീയമായി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യരും ഉണ്ടാവില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ ചീഫ് എഞ്ചിനീയറെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് കേരളദേശം പാർട്ടിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ഭയാനകമാണ് ഇതിൻ്റെ സിറ്റുവേഷൻസ്. അതുപോലെയാണ് ഈ റോഡിലേക്കും വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തേക്കുമൊക്കെ ഈ മരങ്ങളും വേസ്റ്റും, അതുപോലെ തന്നെ ഈ കനാലിൻ്റെ ബണ്ട്, വേസ്റ്റ് കനാലിൽ നിന്ന് വാരി ബണ്ടിലേക്ക് തന്നെ ഫില്ല് ചെയ്ത് വെച്ച് പോകുന്നത്. ഇപ്പോൾ മഴ സമയമാണ്, ഇത് വീണ്ടും കനാലിലേക്ക് തന്നെയാണ് ചാടുന്നത്. അപ്പോൾ ഈ അശാസ്ത്രീയമായ രീതിയിൽ, അതും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർസിയർ ആണ് എന്ന് പറയുന്ന ഒരു ലേഡിയും ഇവിടെ സൂപ്പർവൈസിങ്ങിനുണ്ട്. അവർക്ക് പ്രതികരിക്കാനില്ല ഒന്നും. പല സ്ഥലത്തും പ്രക്ഷോഭം ഉണ്ടായി, ആളുകൾ അവിടുന്ന് JCB കയറ്റിവിട്ടു. ഇപ്പോൾ ഇത് നടക്കുന്നത് ആലിൻചുവട്ടിലാണ്, പെരുമ്പാവൂരിലെ വളയിൻചിറങ്ങര ആലിൻചുവട്ടിലാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത്. ഈ വഴിയിലെ നീളത്തിൽ ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന വർക്കാണ് ഞാൻ ഈ കവർ ചെയ്ത് ഈ വീഡിയോയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവരോട് പല പ്രാവശ്യം ഞങ്ങൾ നോട്ടിഫിക്കേഷൻ കൊടുത്തു. ഞങ്ങൾ സംസാരിച്ച് ഇവരോട്, നിങ്ങൾ ഈ റോഡിൽ നിന്നും വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തു നിന്നും ഈ വേസ്റ്റ് മാറ്റിയിടണം. ഇത് കൊണ്ടുപോകാനുള്ള ഒരു വണ്ടിയോ പിക്കപ്പോ അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വർക്ക് തുടങ്ങാവൂ എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഇവർക്ക് യാതൊരു, ആ ലേഡി ഓവർസീറായി വന്നിരിക്കുന്ന ആ ലേഡി നിസ്സഹായാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ വർക്ക് അശാസ്ത്രീയമായി കോൺട്രാക്റ്റ് കൊടുത്ത ചീഫ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കേരളദേശം പാർട്ടിക്ക് പറയാനുള്ളത്. ഇത് വർഗീസ്. ഇത്രയും മണ്ണല്ലേ ഇവിടുന്ന് ഇടിഞ്ഞു പോണത്. നിങ്ങളത് കനാല് നികത്തുകയാണോ അതോ കനാല് റിപ്പയർ ചെയ്യുന്നതാ? ഇത്രയും മണ്ണല്ലേ അവിടുന്ന് ഇടിഞ്ഞു വീഴുന്നത് താഴേക്ക്. ഈ സാധനം നിങ്ങൾ നീക്കം ചെയ്യാതെ അവിടെ നിന്ന് മുതൽ ചെയ്യുന്നതല്ലേ? അതെന്താ നീക്കം ചെയ്യാത്ത? ഇത് ഓൺലൈനാണ്. നിങ്ങളെന്താ നീക്കം ചെയ്യാത്ത? അവിടെ നിന്ന് മുതൽ റോഡിലാണ് ഈ മരങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. നിങ്ങളെന്താ നീക്കം ചെയ്യാത്ത? നിങ്ങൾ ഈ വർക്കിന് വേണ്ടി ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന ഒരാളല്ലേ? അടുത്ത് പറഞ്ഞാണ് ഈ പണിയൊന്നും ശരിയല്ല. ഈ കനാലിൽ നിന്ന് കയറ്റുന്ന എൻ്റെ പള്ളക്കിട്ടേക്കണ ഈ മണ്ണും കൊമ്പും കോലും ഒക്കെ മഴ കഴിയുമ്പോൾ താഴത്തേക്ക് കനാലിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇത് താഴത്തേക്ക് കയറ്റിയുണ്ട്. ഇനി ഇങ്ങവസ്ഥ കയറ്റി ഇട്ടേക്കണ കൊമ്പും കോലും മണ്ണും ഒക്കെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ സ്കൂൾ പിള്ളേർക്ക് പോലും ഒരു വണ്ടി വരുമ്പോൾ ഇതിൽ സൈഡ് ഒങ്ങി പോകാനുള്ള, നടന്നു പോകാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ മാറ്റണം. ഇതൊന്നും മാറ്റിയിട്ടില്ല ഇതുവരെയും. ചുമ്മാ ഒരു വക ഓവർസെയറാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണോ എന്നുള്ളതല്ലാണ്ട് ഒരു കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട കാര്യം ചെയ്യലില്ല. അപ്പോൾ ഇത് ഒരാഴ്ചയിൽ കൂടുതലായല്ലേ ഈ റോഡിലേക്ക് ഇതെല്ലാം വാരി കയറ്റി വെച്ചിട്ട്? ഇതൊക്കെ കയറ്റിട്ടിട്ട് ഒരാഴ്ച കൂടുതലായി. ഇപ്പം നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം, വണ്ടിയിൽ നിന്ന് കയറ്റി വെച്ചേക്കണ മണ്ണെല്ലാം താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത്. അത് മാറ്റണോ? അത് കയറ്റി ഇടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കയറ്റി ഇട്ടേക്കണത് എല്ലാം റോഡിലേക്ക് ഇട്ടേക്കണത് മാറ്റി ചെയ്യണം. അതാണ് എൻ്റെ ഞാൻ ഓവർസൈഡടുത്ത് പറഞ്ഞാ. കഷ്ടിച്ച് ഒരു വാഹനം പോകാനുള്ള വഴിയേ ഉള്ളൂ. അതും ആ റോഡ് മുഴുവൻ തകർന്നു കിടക്കുന്നതാണ്. വർഷങ്ങളായി ഇതിൻ്റെ ടാറിങ്ങോ മെയിൻ്റനൻസോ ഇല്ല. ഈ കയറ്റി വെച്ചിരിക്കുന്ന മുഴുവൻ കനാലിൽ നിന്ന് കയറ്റി വെച്ചിരിക്കുന്ന ചെളിയാണ്. ചെളിയും മരങ്ങളും എല്ലാമാണ് ഈ കയറ്റി വെച്ചിരിക്കുന്നത്. ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനില്ല.
ഇതുവഴി നിറയെ സ്കൂൾ കുട്ടികൾ 4 മണിക്കും രാവിലെയും സൈക്കിളിൽ പോകുന്നതാണ്. ഇതാ മരങ്ങളും കൊമ്പുകളുമൊക്കെ കാണാം. ഈ സൈഡിലൂടെ ഇവർ കയറ്റി വെച്ചിരിക്കുന്നത് ഇതുപോലെയാണ് ഈ കയറ്റി വെച്ചിരിക്കുന്നത്. ഈ മരങ്ങളും ഇതിലെല്ലാം വണ്ടി വന്ന് മുട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വേസ്റ്റ് വെച്ചിരിക്കുന്നത് കാണുക. ഇവിടെ ഒന്നും സ്ഥലമില്ല. റോഡാണെങ്കിൽ കുളമായി കിടക്കുന്ന റോഡാണിത്. ഇവർ ഈ PWൻ്റെ ആളുകളോ പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ആളുകളോ ഒന്നും ഇത് വന്ന് നോക്കുകയോ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് എന്ന് പറയുന്ന യാതൊന്നും തന്നെ ഇല്ല. വലിയൊരു മരം കനാലിൽ നിന്ന് കയറ്റി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ബസ് കഷ്ടിച്ച് മുട്ടാതെ പോവുള്ളൂ അതിൽ. അപ്പോൾ ബ്രേക്ക് പിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികളും ഒക്കെ പോകുന്ന വളരെ അപകടം നിറഞ്ഞ രീതിയിലാണ് ഈ റോഡിലേക്ക് ഇതെല്ലാം കയറ്റി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ഇത് മാക്സിമം ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തണം. ഈ ഫയൽ ഏതായാലും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട PWDയുടെ മന്ത്രിക്കും നൽകുന്നുണ്ട്. ഇവരെ ഇത്രമാത്രം മോശമായ രീതിയിൽ വർക്ക് ചെയ്യുന്നവരെ ഈ പാലത്തിൻ്റെ അടിക്കെട്ട് തള്ളിപ്പോയിരിക്കുക. അത് ഈ പാലം ഇടിഞ്ഞ് അടി പോയി കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടായതെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോഴേ ഒരു അരയിഞ്ച് അല്ല 6 ഇഞ്ച് കനത്തിന് ഒരു വാർക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ആ പാലം സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കോളും. ആ ഷട്ടറിൻ്റെ കലങ്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 വർഷത്തേക്കുള്ളായി അതങ്ങനെ കിടക്കുന്നു. നമ്മൾ ഈ നാട്ടുകാരല്ലേ. പിന്നെ ഷട്ടറിൻ്റെ അവിടെ ആ ഇടിഞ്ഞ് കിടക്കുന്നത് അതങ്ങനെ തന്നെ കിടക്കുക. അതും ഏകദേശം ഒരു 20 വർഷത്തോളം ആയില്ലേ. ഏകദേശം 20 വർഷത്തോളമായി. അതൊന്നും കയറ്റി കളഞ്ഞിട്ടില്ല. ആ മരം വെട്ടി കളഞ്ഞ് ഈ കനാലിൽ വെള്ളം വിടണയ്ക്ക് മുമ്പ് ആ കാര്യം ശരിയാക്കാൻ പാടില്ലേ. സർക്കാർ ചുമ്മാ അവിടെ ഓഫീസിലിരുന്ന് കാശം എല്ലാ മാസവും ഒപ്പിട്ട് കാശം മേടിച്ചുകൊണ്ടിരിക്കുക, നികുതി പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നേരിട്ട് പറയാനുള്ള ഞാൻ കുറ്റം എനിക്കെന്ന് ഞാൻ പറയുകയും ചെയ്യും വേണമെങ്കിൽ പോയാൽ. ഇതെല്ലാം സൈഡിലേക്ക് കനാലിൻ്റെ ചെരുവിൽ സൈഡിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന ചെളിയാണ്. ഇവിടെയെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഇത് 12-ാം തീയതി 13-ാം തീയതി ഡിസംബർ 12, 13 ദിവസങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഈ കാണുന്നത്. ഈ ചെളി കയറ്റി വെച്ചിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഈ കനാലിലേക്ക് തന്നെയാണ് വീഴുന്നത്. ഇത്രയും അശാസ്ത്രീയമായ രീതിയിലാണ് സർക്കാരിൻ്റെ ജോലികൾ. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10ാം ക്ലാസ് പോലും പഠിക്കാത്ത കുട്ടികൾക്ക് പോലും ഇതിവിടെ വെച്ചാൽ ഇതുപോലെ താഴേക്ക് തന്നെ വീഴും എന്നറിയാം. അപ്പോൾ ഇവരൊക്കെ എഞ്ചിനീയറാണെന്ന് പറയുന്നു, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നു. ഇതെല്ലാം വെള്ളം മുകളിൽ നിന്നും കയറ്റത്തിൽ നിന്നും വെള്ളം വരുന്ന ഡ്രെയിനേജ് വെള്ളം വന്ന് ചാടുന്നതാണ് കനാലിലേക്ക്. അവിടെയാണ് ഈ കയറ്റി വെച്ചിരിക്കുന്ന ചെളി കയറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കനാലിലേക്ക് വീഴുന്നു വെള്ളം മലയിൽ നിന്നും മുകളിൽ നിന്നും വരുമ്പോൾ. ഇതെന്ന് ഡ്രെയിനേജ് പ്രോപ്പറായിട്ടല്ല ഇവിടെ ഒന്നും ചെയ്തിരിക്കുന്നത്. ഈ മണ്ണുകളൊക്കെ ഇവിടെ തന്നെ കനാലിൽ തന്നെ നികത്തിയിടുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് മെയിൻ്റനൻസാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുള്ളത്. ഇത് കണ്ടോ, മരം പറിച്ചെടുത്തിട്ട് ആ കനാലിൻ്റെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനത് പ്രോപ്പറായി എടുത്തൊരു വീഡിയോ ആണ്. കണ്ടോ, അതിലൊരു മണ്ണ് പോലുമില്ല. വാഷ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് ഒതുക്കി വയ്ക്കുകയാണ് ഇവർ. ഈ ബക്കറ്റിൽ ഇവിടെ ഒതുക്കി വയ്ക്കുന്ന സ്ഥലം വരെ വെള്ളം കനാലിൽ ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ മഴവെള്ളമല്ല, കനാലിൽ വെള്ളം ഇടുമ്പോൾ ഈ വെച്ചിരിക്കുന്ന സൈഡിൽ വെച്ചിരിക്കുന്നതും ഈ ചെളിയും എല്ലാ സാധനവും ഒഴുകി ഏറ്റവും ലാസ്റ്റിലേക്ക് പോകും. ഇതെല്ലാം ഇവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഇവരുടെ ഈ റിപ്പയറിങ് എന്ത് രീതിയിലുള്ള റിപ്പയറിങ് ആണെന്ന് നമ്മൾ ജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അധികാരികളിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയും ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് ഇനിയുമുണ്ട്, നിർത്തുന്നില്ല. കുറേ വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസിൻ്റെ ഫയലെല്ലാം സർക്കാരിൻ്റെ ഈ ഭരിക്കുന്ന മന്ത്രിമാർ ഇവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ വർക്കുകളെല്ലാം വർഷങ്ങളായി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് തൊഴിലുറപ്പ് ജോലിക്കാരാണ്. അവർ ഈ കനാല് വളരെ വൃത്തിയായിട്ട് എല്ലാ 2 സൈഡിലെയും മരങ്ങൾ വെട്ടി നിർത്തുകയും കുടുംബശ്രീക്കാർ അതുപോലെ തന്നെ ഈ ഗ്രാമീണ തൊഴിലുറപ്പുകാർ അവർ ഈ സൈഡുകളിലെല്ലാം മരം നടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്.
ഇങ്ങനെയുള്ള മരങ്ങളും എല്ലാം ഇപ്പോൾ ഇവർ ചെയ്ത് കനാലിൻ്റെ സൈഡിലേക്ക് ഒരുക്കി വെച്ചു. ഈ ശാസ്ത്രീയമായ രീതി എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നു എന്നതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഇവരോട്? ഇവർ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇവർ ഭീഷണിപ്പെടുത്തും, അവരോട് ദേഷ്യപ്പെടും. എന്നാൽ മറ്റുള്ള ആളുകൾ ഒരു പക്ഷേ ഇതിന് ആയിട്ട് ഇറങ്ങില്ല. പ്രതികരണശേഷി ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുതന്നെയാണ് ഇതുപോലുള്ള ഈ പ്രാകൃത രീതിയിലുള്ള വർക്കുകൾ ചെയ്യാൻ കാരണം. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രാകൃത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഏതെങ്കിലും ആളുകൾ ഇവിടെ ചെയ്യുന്നു. ഏകദേശം 20 വർഷത്തിലധികമായി ഇവിടെ പാലം അവിടെ കിടക്കുന്നത്, പൊളിഞ്ഞു കിടക്കുന്നത്. എല്ലാ പാലങ്ങളും, ഈ എല്ലാ കലങ്ങളിലും അതിനടിയിലൊന്നും കല്ലുകളില്ല, എല്ലാ അടിത്തറ ഇളകിക്കിടക്കുകയാണ്. അതൊന്നും റിപ്പയർ ചെയ്യാനോ മെയിൻ്റനൻസ് ചെയ്യാനോ ഇവിടെ ആളുകളില്ല. പീരിയോഡിക്കൽ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒന്നില്ല. എവിടെ പോകുന്നു ഈ പണമെല്ലാം? സാധാരണക്കാരായ ജനങ്ങൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണം വയറ് മുറുക്കി ഇവർക്കെല്ലാം കൊടുക്കുന്ന ഈ നികുതി പണമല്ലേ ഈ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ ശമ്പളമായി വാങ്ങുന്നത്? എന്നിട്ടല്ലേ ഇവർ ഈ വൃത്തികേടുകൾ കാണിക്കുന്നത്? അപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുക, എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. എല്ലാ അധികാരികളും വെക്കട്ടെ, ഇവർക്ക് നാണം വയ്ക്കട്ടെ, ഇവർ മൂക്കത്ത് കൈ വയ്ക്കട്ടെ. ഈ മന്ത്രിമാരൊക്കെ, ഇതിൻ്റെയൊക്കെ മന്ത്രി ഇത് കണ്ടാൽ മൂക്കത്ത് കൈ വയ്ക്കണം. അതുപോലെയാണ്, അത്ര നാണങ്ങെട്ട രീതിയിലാണ് ഈ മെയിൻ്റനൻസും ഈ വർക്കുകളും നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീസ് പെരുമ്പാവൂർ, കേരള ദേശം പാർട്ടി.